ഹായ്, നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ പോർഷൻ എന്ന് പറയുന്നത് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതൊന്നും കൂടെ പറയുകയാണ്. പ്രോസസ്സ് ഓഫ് യൂറിൻ ഫോർമേഷൻ 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഗ്ലോമറുലസ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ക്യാപ്പിലറീസിനെയാണ് ഗ്ലോമറുലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലോമറുലസിൽ കൂടി ബ്ലഡ് ഒഴുകുമ്പോൾ ആ ബ്ലഡിലെ മെജോറിറ്റി കമ്പോണൻസും എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ഒഴിച്ച് ബാക്കിയുള്ള മെജോറിറ്റി കമ്പോണൻസും ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിലേക്ക് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരികയാണ് ഇങ്ങോട്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഊസ് ഔട്ട് ചെയ്ത് വരുന്ന സബ്സ്റ്റൻസസ് പ്ലാസ്മ പ്രോട്ടീൻ ഒഴിച്ചും ബാക്കി മെജോറിറ്റി ബ്ലഡിലെ കമ്പോണൻസ് ഒക്കെ ഊസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്പോണൻസ് മെയിനായിട്ട് 3 മെംബ്രെയിൻസിനെ പാസ് ചെയ്ത് വേണം പുറത്തേക്ക് ഗ്ലോമറുലസിൻ്റെ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് വരാൻ. ഇനി ഏതൊക്കെയാണ് ആ 3 ലെയേഴ്സ്? ഒന്ന് എൻഡോത്തീലിയം. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ വാൾസിനാണ് എൻഡോത്തീലിയം എന്ന് ഉദ്ദേശിക്കുന്നത്, ബ്ലഡ് വെസൽസിൻ്റെ എപ്പിത്തീലിയൽ ലെയർ. ദെൻ എപ്പിത്തീലിയം ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം. ദെൻ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് 2 ലെയേഴ്സ്. ഇതാണ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അപ്പോൾ ഈ 3 ലെയേഴ്സും കടന്നിട്ട് വേണം എന്തിന് ഈ പറയുന്ന ബ്ലഡിലെ കോൺസ്റ്റുവൻസിന് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിലേക്ക് എത്താൻ. അതുപോലെ പോഡോസൈറ്റ്സ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ സെല്ലിൽ. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഈ എപ്പിത്തീലിയത്തിൽ പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ പോഡോസൈറ്റ്സ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ ഇടയ്ക്ക് മൈന്യൂട്ട് സ്പേസസ് ഉണ്ടാവും, അല്ലെങ്കിൽ പോസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ സ്ലിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണാം, ഇതാണ് പോഡോസൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കാണുന്നതാണ് ഫിൽട്രേഷൻ സ്ലിറ്റ്. പോഡോസൈറ്റ്സ് ആൻഡ് ഫിൽട്രേഷൻ സ്ലിറ്റ്. അത് ഫിൽട്രേഷനെ സഹായിക്കുന്നതാണ്. പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഓൾ കോൺസ്റ്റുവൻസ് ഓഫ് ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്രോട്ടീൻ പാസ് ഓൺ ടു ദ ല്യൂമൻ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇതിൽ ഗ്ലോമറുലസിലൂടെ ബ്ലഡ് ഒഴുകുകയാണ്. മെജോറിറ്റി പോർഷൻസും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിലേക്ക് ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ ഒരു മിനിറ്റിൽ ഏകദേശം 1100 to 1200 ml ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൻട്രിക്കിളിൽ നിന്ന് ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ 1/5 എമൗണ്ടാണ്. അത്രയധികം ബ്ലഡ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അല്ലെങ്കിൽ GFR. ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് GFR? ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. നോർമൽ GFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ml പെർ മിനിറ്റ് ആണ്. അതായത് 180 liters പെർ ഡേ. ആലോചിച്ച് നോക്കൂ, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൽ 180 liters എന്ത് ചെയ്യപ്പെടുന്നതാണ്? 180 ലിറ്റേഴ്സും 180 ലിറ്റേഴ്സും തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ദെൻ 180 ലിറ്റേഴ്സ് ഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 180 ലിറ്റേഴ്സിൽ 99% റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഈ 180 ലിറ്റേഴ്സ് ബ്ലഡ് അല്ലെങ്കിൽ ലിറ്റേഴ്സ് യൂറിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും. അത്രയധികം യൂറിൻ പുറത്ത് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ കുറച്ച് യൂറിൻ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. യൂറിൻ പുറത്തേക്ക് പോകുന്ന ഏകദേശം 1.5 ലിറ്റേഴ്സേ ഉള്ളൂ ഒരു ദിവസം. പക്ഷേ 180 ലിറ്റേഴ്സ് ഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് മെജോറിറ്റി പോർഷനും എന്ത് ചെയ്യപ്പെടുകയാണ്? റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഫിൽട്രേറ്റിൽ നിന്ന് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം അതൊക്കെ ആക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നു. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസിങ് എനർജി ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ദെൻ നൈട്രോജനസ് വേസ്റ്റൊക്കെ പാസീവായിട്ട് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വിത്തൗട്ട് യൂട്ടിലൈസിങ് എനർജി. അതുപോലെ പാസീവ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇസ് ഓൾസോ ഒക്കേർഡ് ഇൻ ഇനീഷ്യൽ പാർട്സ് ഓഫ് നെഫ്രോൺ. വാട്ടറും റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്.
നമ്മൾ പറഞ്ഞു 180 ലിറ്റേഴ്സ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ 99% റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണെന്ന്. ബാക്കി 1.5 മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്യപ്പെടുന്നത്. ഈ ഗ്രീൻ കളർ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫിൽട്രേറ്റിൻ്റെ ഫ്ലോ ആണ്. ഫിൽട്രേറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് ഇതൊക്കെ ഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, PCT റീഅബ്സോർബ് ചെയ്യുന്നു മോസ്റ്റ് ന്യൂട്രിയൻസിനെയും PCTയിൽ വെച്ച് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ 70 to 80% ഇലക്ട്രോലൈറ്റ്സിനെയും വാട്ടറിനെയൊക്കെ PCTയിൽ വെച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ PCTയിൽ കാണുന്നത് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയമാണ്. ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയാണ് ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം. ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസസ് ഏരിയ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇൻക്രീസസ് ഏരിയ ഫോർ റീഅബ്സോർപ്ഷൻ. ഓക്കെ. ഇനി ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഹൈ ഓസ്മോളാരിറ്റി, മെഡുല്ലയിലെ ഹൈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ലൂപ്പ് ഓഫ് ഹെൻലി. മെഡുല്ലയുടെ ഇൻറ്റീരിയറിലേക്ക് ഡിസെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഡിസെൻഡിങ് ലിംബിലാണെങ്കിൽ വാട്ടർ ഇസ് പെർമിബിൾ ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഇലക്ട്രോലൈറ്റ്സ് ആർ ഇംപെർമിബിൾ. അതായത് വാട്ടർ പുറത്തേക്ക് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് വാട്ടർ ഈ ഹെൻലി ലൂപ്പ് ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോവാണ്. അപ്പോൾ എന്ത് പറ്റും? താഴേക്ക് പോകുന്ന ആ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അതേസമയം അസെൻഡിങ് ലിംബിൽ നേരെ തിരിച്ചാണ്. വാട്ടർ പുറത്തേക്ക് പോകുന്നില്ല, അവിടുത്തെ സൊല്യൂട്ട്സൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്, ബൈകാർബണേറ്റ് അയൺസ്, സോഡിയം ക്ലോറൈഡൊക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ യൂറിൻ കൂടുതൽ ഡൈല്യൂട്ടഡ് ആവും. ഇങ്ങോട്ട് വരുമ്പോൾ വാട്ടർ പുറത്തേക്ക് പോകുന്നു, അതുകൊണ്ട് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും. മുകളിലേക്ക് പോകുമ്പോൾ കണ്ടോ, NaCl പോലുള്ള സബ്സ്റ്റൻസാണ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ യൂറിൻ ബിക്കം ഡൈല്യൂട്ടഡ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി DCTയിലെത്തുമ്പോൾ കണ്ടീഷണൽ റീഅബ്സോർപ്ഷനാണ് നടക്കുന്നത്. അതായത് സോഡിയം, വാട്ടർ, അതിൻ്റെയൊക്കെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. ഇനി കളക്റ്റിംഗ് ഡക്റ്റ് ഇൻറ്റീരിയർ മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ്. അങ്ങനെയാണ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറുന്നത്. അതുപോലെ കുറച്ച് യൂറിയയും റീഅബ്സോർബ് ചെയ്യപ്പെടും. യൂറിയയും വാട്ടറും നന്നായി റീഅബ്സോർബ് ചെയ്യപ്പെടും. എവിടെ വെച്ച്? കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ച്. നെക്സ്റ്റ് കംസ് ദ ട്യൂബുലാർ സെക്രീഷൻ. ഇപ്പോൾ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞു, ഫിൽട്രേഷൻ കഴിഞ്ഞു. ഇനിയുള്ള സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. അതായത് PCTയിലും DCTയിലുള്ള സെൽസ് അയണിക് ആസിഡ് ബാലൻസ്, pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്റ്റീവായിട്ട് സോഡിയം അല്ലെങ്കിൽ H+, K+, അമോണിയ ഇതിനെയൊക്കെ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യും. ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് HCO3 ഫ്രം ഇറ്റ്. ഇതിനെയാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് വിളിക്കുന്നത്. കളക്റ്റിംഗ് ഡക്റ്റിൽ മെയിൻറ്റെയിൻസ് pH ആൻഡ് അയണിക് ബാലൻസ് ഓഫ് ബ്ലഡ് ബൈ ദ സെക്രീഷൻ ഓഫ്. കളക്റ്റിംഗ് ഡക്റ്റിലും pH, അയണിക് ബാലൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ സെക്രീറ്റ് ചെയ്യുന്ന H+ഉം K+ഉമാണ്. PCTയിലും DCTയിലും H+, K+, അമോണിയ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. യൂറിൻ ഫോർമേഷൻ അറ്റ് എ ഗ്ലാൻസ്. നെക്സ്റ്റ് കംസ് ദ യൂറിൻ ഫോർമേഷനിലെ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം. വാസാറക്റ്റ ഒക്കെ നമ്മൾ പറയുന്നതാണ്. വാസാറക്റ്റയാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസത്തിന് സഹായിക്കുന്നത്. ഗ്ലോമറുലസ് എന്ന് പറയുന്ന സാധനം, ഈ പടം കാണുന്നത് ഗ്ലോമറുലസ് താഴേക്ക് വന്നിട്ട് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ചുറ്റും ഇങ്ങനെ മെഷ് വർക്ക് ലൈക്ക് ബ്ലഡ് വെസൽസ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസാറക്റ്റ എന്ന് പറയുന്നത്. ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസാറക്റ്റ ഹെൽപ്പ് ടു കോൺസെൻട്രേറ്റ് ദ യൂറിൻ. ഹെൻലീസ് ലൂപ്പും വാസാറക്റ്റയും കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, 180 ലിറ്റേഴ്സാണ് ഒരു ദിവസം ഉണ്ടാവുന്നത്. അത് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ അത്രയധികം യൂറിൻ പുറത്തേക്ക് പോകും. അപ്പോൾ അത്രയധികം വാട്ടർ ലോസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസാറക്റ്റ. The flow of filtrate in the two limbs of Henle's loop and the flow of blood through the two limbs of Vasarecta are in opposite direction. That is counter current pattern. And this mechanism is called counter current mechanism. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്കറിയാം. നോക്കിയേ, യൂറിൻ പാസ് ചെയ്യുന്നു. യൂറിൻ എന്ന് പറയാൻ പറ്റില്ല, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പാസ് ചെയ്യുന്നു. ഇതാണ്
ഹെൻലീസ് ലൂപ്പിൻ്റെ 2 ലിംബെന്ന് പറയുന്നത്. ഇത് ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ്. അപ്പോൾ ആ ഫിൽട്രേറ്റിൻ്റെ ഡയറക്ഷൻ, ഇത് ഡിസെൻഡിങ് ലിംബിൽ കൂടെ താഴേക്ക് വരുന്നു, അത് കഴിഞ്ഞ് ഇത് മുകളിലേക്ക് പോകുന്നു. ഇതിൻ്റെ പാരലായിട്ട് തന്നെ നിൽക്കുന്ന ആളാണ് ആര്? വാസ റെക്റ്റ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഈ വാസ റെക്റ്റയിൽ കൂടെയുള്ള ബ്ലഡിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. വാസ റെക്റ്റയിൽ കൂടിയുള്ള ബ്ലഡിൻ്റെ ഫ്ലോയും ഹെൻലീസ് ലൂപ്പ് വഴിയുള്ള ഫിൽട്രേറ്റിൻ്റെ ഫ്ലോയും ഓപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഫിൽട്രേറ്റ് മൂവ് ചെയ്യുന്നത് ഈ പാറ്റേണിലാണ്, പക്ഷേ എന്ത് മൂവ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ഫിൽട്രേറ്റ് മൂവ് ചെയ്യുന്ന ഡിസെൻഡിങ് ലിംബിൽ കൂടി താഴേക്ക്. പക്ഷേ വാസ റെക്റ്റയിൽ ഈ മൂവ്മെൻറ്റ്, ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. അതിനെയാണ് നമ്മൾ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. കൗണ്ടർ കറൻറ്റ്, അത് ഒന്നൊന്നിനെ കൗണ്ടർ ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്ത ആൾ പോവുക. Due to the counter current and proximity between Henle's loop and Vasa recta, osmolarity increases from cortex to the inner medullary interstitium. This gradient is caused by sodium chloride and urea. അപ്പോൾ ഇങ്ങനെ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം നടക്കുന്നുണ്ട് അല്ലേ. ഒരു ഇപ്പോൾ ഹെൻലീസ് ലൂപ്പിൽ കൂടി ഫിൽട്രേറ്റ് മൂവ് ചെയ്യുന്നു, അതേസമയം വാസ റെക്റ്റയിൽ കൂടി ബ്ലഡ് മൂവ് ചെയ്യുന്നു. പക്ഷേ ഹെൻലീസ് ലൂപ്പിൽ കൂടി ഫിൽട്രേറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വാസ റെക്റ്റയിൽ ബ്ലഡ് മൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഡയഗ്രം നോക്കിയാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഹെൻലീസ് ലൂപ്പിൽ നോക്കൂ, ഹെൻലീസ് ലൂപ്പിൽ ഇങ്ങനെ ഫിൽട്രേറ്റ് ഇങ്ങനെ വരുന്നു, താഴേക്ക് പോകുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് എത്തുന്നു. പക്ഷേ ഇവിടെയോ വാസ റെക്റ്റ എങ്ങനെ വരുന്നത്? ഇവിടെ വരുന്നു, ഇവിടെ എന്ന് പറഞ്ഞത് മുകളിലേക്കാണ് പോകുന്നത്, ഫിൽട്രേറ്റ് മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ബ്ലഡ് എങ്ങോട്ടാണ് വരുന്നത്? താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ. ഇതാണിത് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് വിളിക്കാൻ കാരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then NaCl is transported by the ascending limb of Henle's loop, that is exchanged with the descending limb of Vasa recta. Okay, NaCl ascending ലിംബിൽ കൂടി താഴേക്ക് വരികയാണ്. NaCl transported by the ascending limb of Henle's loop, that is exchanged with the descending limb of Vasa recta. നോക്കിയേ, ഇതാണ് അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത്. അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് ഇതാണ്. ഇതാണ് ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബും. ഇതും ഈ വാസ റെക്റ്റയിലെ ഡിസെൻഡിങ് ലിംബും കൂടിയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. NaCl is transported by the ascending limb of Henle's loop, that is exchanged with the descending limb of Vasa recta. NaCl is returned to the interstitium by the ascending limb of Vasa recta. അതായത് ഹെൻലീസ് ലൂപ്പിലെ അസെൻഡിങ് ലിംബ്, ഈ ഡയഗ്രം നോക്കിയാൽ അറിയാം. ഹെൻലീസ് ലൂപ്പിലെ അസെൻഡിങ് ലിംബിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന്. അതിനുശേഷം NaCl എങ്ങോട്ടാണ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്? ഇങ്ങോട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഏത് ലിംബാണ്? വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബാണ്. എക്സ്ചേഞ്ച് വിത്ത് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. Similarly, small amount of urea enter the thin segment of ascending limb of Henle's loop, which is transported back to the interstitium by the collecting tubule. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ എൻറ്റർ ദ തിൻ സെഗ്മെൻറ്റ് ഓഫ് അസെൻഡിങ് ലിംബ്. അസെൻഡിങ് ലിംബ് എവിടെയുള്ളതാണ്? ഹെൻലീസ് ലൂപ്പിൽ. ഹെൻലീസ് ലൂപ്പിലെ അസെൻഡിങ് ലിംബിലെ സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ എൻറ്റർ ദ തിൻ സെഗ്മെൻറ്റ് ഓഫ് അസെൻഡിങ് ലിംബ്. അസെൻഡിങ് ലിംബിലേക്ക് ചെറിയ എമൗണ്ട് ഓഫ് യൂറിയ എൻ്റർ ചെയ്യും.
which is transported back to the interstitium by the collecting tubule. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കളക്റ്റിംഗ് ട്യൂബ്യൂൾ വഴിയാണ്. Thus, electrolytes and urea are retained in the interstitium. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇലക്ട്രോലൈറ്റ്സും യൂറിയയും ഇൻറ്റർസ്റ്റീഷ്യത്തിൽ തന്നെ നിലനിന്നു. ആൻഡ് മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. എന്നിട്ടൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. ഇറ്റ് എനേബിൾസ് ഈസി പാസേജ് ഓഫ് വാട്ടർ from collecting tubule to the concentrate filtrate. The DCT and collecting duct produces urine 4 times concentrated than the initial filtrate formed. അപ്പോൾ സാധാരണഗതിയിലുണ്ടായ ഫിൽട്രേറ്റിനേക്കാൾ 4 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് യൂറിൻ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് 300 milliosmol per liter to 1200 milliosmol per liter. ഇനി കൗണ്ടർ കറൻറ്റ് മെക്കാനിസമാണ്. ഒന്നും കൂടെ പറയാം. കൗണ്ടർ കറൻറ്റ് മെക്കാനിസത്തിൻ്റെ ഡയഗ്രാം ഒക്കെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. കൗണ്ടർ കറൻറ്റ് മെക്കാനിസമാണ് ഇനി പറയുന്നത്. യൂറിൻ ഫോർമേഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് നിങ്ങൾക്കൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. നമ്മുടെ പുസ്തകത്തിൽ അതിൻ്റെ അതിൻ്റെ ഡയഗ്രാമൊക്കെ ഉണ്ട്. കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻലീസ് ലൂപ്പിലും വാസോറക്റ്റയിലും, ഹെൻലീസ് ലൂപ്പിൽ കൂടെ ഒഴുകുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റും വാസോറക്റ്റയിൽ കൂടെ ഒഴുകുന്നത് ബ്ലഡും. ഈ രണ്ട് ഫ്ലോയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കുന്നത്. അതാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോസസ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റും കൂടി വായിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, എന്നാലേ കുറച്ചും കൂടി ഐഡിയ കിട്ടുള്ളൂ. മാമൽസ് ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. എങ്ങനെയാണ് നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നതെന്നാണ് പറയുന്നത്. ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസോറക്റ്റ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദിസ്. അപ്പോൾ ഹെൻലീസ് ലൂപ്പിനും വാസോറക്റ്റയ്ക്കും എന്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണുള്ളത്? നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം 180 ലിറ്റേഴ്സ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലാകെ എത്രയും യൂറിനായിട്ട് മാറുള്ളൂ? 1.5 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതെങ്ങനെയാണ്? ഇതിനെ സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. The flow of filtrate in the 2 limbs of Henle's loop. Henle's loopന് നമുക്കറിയാം 2 ലിമ്പുണ്ട്. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹെൻലീസ് ലൂപ്പിന് 2 ലിമ്പുണ്ട്. ഇത് ഡിസെൻഡിങ് ലിംബ് ആൻഡ് ദിസ് ഇസ് അസെൻഡിങ് ലിംബ്. അപ്പോൾ ഫിൽട്രേറ്റ് ആണ് ഇതിൽ കൂടി മൂവ് ചെയ്യുന്നത്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പോൾ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ കൂടി ഒഴുകുന്ന ഈ ഹെൻലീസ് ലൂപ്പിൽ കൂടി ഒഴുകുന്ന ഫ്ലൂയിഡും, അതായത് ഫിൽട്രേറ്റും, അതുപോലെ വാസോറക്റ്റയിൽ കൂടി ഒഴുകുന്ന ബ്ലഡും, അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹെൻലീസ് ലൂപ്പിൽ കൂടി ഒഴുകുന്ന, ഹെൻലീസ് ലൂപ്പിൻ്റെ 2 ലിമ്പ്, ഹെൻലീസ് ലൂപ്പിൽ കൂടി ഒഴുകുന്ന ഫിൽട്രേറ്റും വാസോറക്റ്റയിൽ കൂടി ഒഴുകുന്ന ബ്ലഡും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കൂടാണ്ട് വേറൊരു കൗണ്ടർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഡയറക്ഷൻ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, ഈ ഹെൻലീസ് ലൂപ്പിൻ്റെ തന്നെ 2 ലിമ്പും നോക്കുക. ഒരു ലിമ്പിൽ കൂടി, ഡിസെൻഡിങ് ലിമ്പിൽ കൂടി ഫിൽട്രേറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ അസെൻഡിങ് ലിമ്പിൽ കൂടി ഫിൽട്രേറ്റ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതും ഒരു കൗണ്ടർ കറൻറ്റാണ്. ഏതൊക്കെ കൗണ്ടർ കറൻറ്റ്? ഈ ഹെൻലീസ് ലൂപ്പ് മൊത്തം എടുത്താലും ഈ പറയുന്ന വാസോറക്റ്റ എടുത്തു, ഇത് രണ്ടും കമ്പയർ ചെയ്താൽ ദിസ് ഇസ് കൗണ്ടർ കറൻറ്റ്. അതുപോലെ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ ഇതും ഇതും, ദിസ് ഇസ് ഓൾസോ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. പറഞ്ഞത് മനസ്സിലായോ? The flow of blood through the 2 limbs of Vasoracta
ഇസ് ഓൾസോ എ കൗണ്ടർ കറൻറ്റ്. അപ്പോൾ വാസ റക്റ്റയിൽ കൂടി ഒഴുകുന്ന ബ്ലഡും കൗണ്ടർ കറൻ്റാണ്. The proximity between Henle's loop and vasa recta as well as the counter current in them help maintaining an increased osmolarity towards the inner medullary interstitium. അതായത് ഇന്നർ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യസിൽ ഒരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഓസ്മോളാരിറ്റി ആണ് ഉള്ളത്. ആ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ റീഅബ്സോർപ്ഷൻ സെക്രീഷനൊക്കെ നടത്താൻ പറ്റുന്നത്. ആ ഇൻക്രീസ്ഡ് ഓസ്മോളാരിറ്റി എന്ന് പറഞ്ഞാൽ അബൌട്ട് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ to 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. അതായത് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന ഇങ്ങനെ വരുന്നത് നമുക്ക് കണ്ടാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് ഇത് കോർട്ടിക്കൽ റീജിയനാണ്. താഴേക്ക് പോകുന്തോറും ഓസ്മോളാരിറ്റി കൂടുതൽ വരികയാണ്. ഇന്നർ മെഡുലയിലേക്ക് വരുന്നതും ഓസ്മോളാരിറ്റി കൂടുതലാണ്. ഈ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് NaClലും യൂറിയയും കൂടിയാണ്. സോഡിയം ക്ലോറൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് വിച്ച് ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത്. സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? ഹെൻലീസ് ലൂപ്പിൽ കൂടി അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. നോക്കിയേ, വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത്. ഈ അസെൻഡിങ് ലിംബിൻ്റെ പുറത്തേക്കാണ് സോഡിയം ക്ലോറൈഡ് പോകുന്നത് അല്ലേ? അതാണ് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ അസെൻഡിങ് ലിംബ് ടു ദ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യം. ആ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് പോവാണ്. NaCl. The NaCl is transported by the ascending limb of Henle's loop which is exchanged with the descending limb of vasa recta. Descending limb of vasa rectയിൽ കൂടി ഉള്ളിലേക്ക് കിടക്കുകയാണ്. നോക്കിയേ, ഇത് അസെൻഡിങ് ലിംബ്. ഞാൻ ഈ കാണിക്കുന്നത് അസെൻഡിങ് ലിംബ്, ഇതോ ഡിസെൻഡിങ് ലിംബ്. അപ്പോൾ ഈ അസെൻഡിങ് ലിംബിൽ കൂടി പുറത്തേക്ക് വരുന്ന NaCl എങ്ങോട്ട് പോകുന്നു? ഈ വാസ റക്റ്റയുടെ ഉള്ളിലേക്ക് പോകുന്നു. NaCl ഇങ്ങനെ പോകുന്നതല്ലേ കാണിക്കുന്നത്? മനസ്സിലായോ? ആ NaClൻ്റെയും യൂറിയയുടെയൊക്കെ എമൗണ്ടിൻ്റെ വേരിയേഷനാണ് ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ NaCl പുറത്തേക്ക് പോകുന്നു. ഏതിൽ നിന്ന്? അസെൻഡിങ് ലിംബിൽ നിന്ന് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നു. ഈ NaCl വാസ റക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ് വഴി ഉള്ളിലേക്ക് കടക്കും. NaCl is transported by the ascending limb of Henle's loop which is exchanged with the descending limb of vasa recta. NaCl is returned to the interstitium by ascending portion of vasa recta. നോക്കിയേ, ഇത്രയും നോക്കിയാൽ മതി. ഈ കാണുന്നത് അസെൻഡിങ് ലിംബ്. ആരുടെ അസെൻഡിങ് ലിംബാണ്? ഈ കാണുന്നത് ഡിസെൻഡിങ് ലിംബ്. ഇത് നമ്മുടെ ഹെൻലിയുടെ. പറയുന്നത് മനസ്സിലായല്ലോ? ഇത് അസെൻഡിങ് ലിംബ്, ഇത് ഡിസെൻഡിങ് ലിംബ്. ഹെൻലീസ് ലൂപ്പിൻ്റെ ഇവിടെ വരുമ്പോഴോ ഇത് ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ്. അപ്പോൾ ഈ അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന NaCl എവിടെ എത്തുന്നു? അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന NaCl ഡിസെൻഡിങ് ലിംബിൽ കൂടി വാസ റക്റ്റയുടെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് പിന്നെ മെഡുലറി ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അസെൻഡിങ് ലിംബ് ഓഫ് വാസ റക്റ്റ, ഇത് വാസ റക്റ്റയുടെ അസെൻഡിങ് ലിംബാണ്, അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മനസ്സിലായോ? ഉള്ളിലേക്ക് കയറി. NaCl ഫസ്റ്റ് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് എത്തി. അത് കഴിഞ്ഞ് അത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റക്റ്റ വഴി ഡിസെൻഡിങ് ലിംബിൻ്റെ ഉള്ളിലേക്ക് എത്തി. പിന്നെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് അസെൻഡിങ് ലിംബിലേക്ക് ബ്ലഡ് പോകുമ്പോൾ ഈ പറയുന്ന NaCl പുറത്തേക്ക് മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെട്ടു. ഇതാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുകയുള്ളൂ.
അതാണ് പറയുന്നത്. ഇനി അത് ടെക്സ്റ്റിലൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. NaCl ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിൽ നിന്ന് NaCl എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു? മെഡുലറി ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടുന്ന് അത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയിലേക്ക് പോയി. എന്നിട്ട് ഡിസെൻഡിങ് ലിംബിൽ നിന്ന് അസെൻഡിങ് ലിംബിലെത്തി. അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് പോയി. NaCl is returned to the interstitium by ascending portion of Mosa recta. Similarly, small amount of urea enter the thin segment of ascending limb of loop of Henle, which is transported back to the interstitium by collecting tubule. ഇതുപോലെ തന്നെയാണ് യൂറിയയുടെയും കാര്യം. യൂറിയം കുറച്ച് സെക്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അതെന്ത് ചെയ്യും? ആ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് ബാക്ക് ഈ ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടു ദ interstitium of collecting tubule. The above described transport of substances facilitated by special arrangement. ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണ്? ഈ രീതിയിലുള്ള സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്, അതായത് വാസ റെക്റ്റയും നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയും പാരലായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ മെക്കാനിസത്തെയാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് സഹായിക്കുന്നത് മെഡുലറി ഇൻ്റർസ്റ്റീഷ്യത്തിൻ്റെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. Presence of such interstitial gradient helps an easy passage of water from the collecting tubule, thereby concentrating urine. ഇപ്പോൾ കളക്റ്റിംഗ് ട്യൂബ്യൂളുകൾ വാട്ടറിൽ പുറത്തേക്ക് വന്ന് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആവാനൊക്കെ ഈ പറയുന്ന പ്രോസസ്സുകൾ സഹായിക്കുന്നുണ്ട്. The flow of filtrate in the two limbs of Henle's loop and flow of blood through the two limbs of Vasa recta are in opposite direction. അതിനെയാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. NaCl അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് അത് അവിടുന്ന് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയിൽ വഴി ഉള്ളിലേക്ക് വന്നു. അതുപോലെ യൂറിയയും എൻറ്റർ ദ തിൻ സെഗ്മെൻറ്റ് ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. അസെൻഡിങ് ലിംബിൽ കൂടി തിൻ ലൂപ്പിൽ കൂടി എൻ്റർ ചെയ്തു, വിച്ച് ഇസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടു ദ ഇൻ്റർസ്റ്റീഷ്യൻ ബൈ ദ കളക്റ്റിംഗ് ട്യൂബ്യൂൾ വഴി തിരിച്ച് ഇൻ്റർസ്റ്റീഷ്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ഇതാണൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നുണ്ട്. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനനുസരിച്ചാണ് ഈ ഫ്ലോ നടക്കുന്നത്. അത് മെഡുലറി ഇൻ്റർസ്റ്റീഷ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. Thus DCT and collecting duct produces urine 4 times concentrated. അങ്ങനെ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് ഉണ്ടാകുന്നത് than the initial filtrate.